ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു കാർ ഡാർവിൻ. കുറേ നാളായിട്ട് നമ്മൾ സ്കോർപ്പിയോ ഒളിഞ്ഞും മറഞ്ഞും അങ്ങനെ പല രീതിയിലും കണ്ടിരുന്നു. കഴിഞ്ഞ ദിവസം മഹേന്ദ്ര തന്നെ സ്കോർപ്പിയോയുടെ ടീച്ചർ അവതരിപ്പിച്ചിരുന്നു. അതിനകത്ത് ഒരു ഒളിച്ചും മറച്ചൊക്കെയാണ് സ്കോർപ്പിയോ കാണിച്ചത്. എന്നാൽ ഇപ്പോൾ മഹേന്ദ്ര തന്നെ സ്കോർപ്പിയോ ഫുള്ളായിട്ട് കാണിച്ചിരിക്കുകയാണ്. സ്കോർപ്പിയോയുടെ ഫുൾ ഇമേജും ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ആ ഒരു ആദ്യം കണ്ട ടീച്ചർ പോലെ തന്നെ വീണ്ടും ഒരു മാസ് പരസ്യം കൊണ്ടുവന്നാണ് മഹേന്ദ്ര സ്കോർപ്പിയോനെ കാണിച്ചിരിക്കുന്നത്. അമിതാഭ് ബച്ചൻ്റെ സൗണ്ടൊക്കെ കൊടുത്തിരിക്കണം. മഹേന്ദ്ര ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിരിക്കുകയാണ്, ഈ വരുന്ന ജൂൺ 27 മഹേന്ദ്ര സ്കോർപ്പിയോ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. അതായത് നമ്മുടെ സ്കോർപ്പിയോ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് കറക്റ്റ് 20 വർഷമായി. 20 വർഷമായപ്പോഴാണ് ഏറ്റവും പുതിയ സ്കോർപ്പിയോ, ആ ഒരു ഡേറ്റിൽ തന്നെയാണ് പുതിയ സ്കോർപ്പിയോ മഹേന്ദ്ര ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി ആ ഒരു ഡിസൈൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയതായിരുന്നു. ഓൾറെഡി ആ ഒരു ഒരുപാട് സ്പൈ ഷോട്ടുകളിൽ നിന്നും മഹേന്ദ്രയുടെ ആ ഒരു ടീസറിൽ നിന്നൊക്കെ തന്നെ വണ്ടി ഏകദേശം എങ്ങനെ ഇരിക്കുക നമുക്ക് എല്ലാവർക്കും മനസ്സിലായിരുന്നു. എന്നാൽ ഇപ്പം മഹേന്ദ്ര തന്നെ ഒരു ഒളിയും മറയില്ലാണ്ട് ഫുള്ളായിട്ട് ആ ഡിസൈൻ കാണിച്ചിരിക്കുകയാണ്. ഈ ഒരു വണ്ടി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇതൊരു പുതിയ സ്കോർപ്പിയോ ആണെന്ന്. വേറൊരു വണ്ടി പോലെയോ അല്ലെങ്കിൽ ഇത് പുതിയ സ്കോർപ്പിയോ ആണെന്ന് ആ ഒരു പേര് കണ്ട് മനസ്സിലാക്കേണ്ട അവസ്ഥ നമുക്ക് വരത്തില്ല. ആര് കണ്ടാലും ചോദിക്കും ഇതാ ഒരു പുതിയ സ്കോർപ്പിയോ അല്ലേന്ന്. അങ്ങനത്തെ രീതിയിൽ തന്നെ ആ ഒരു പഴയ സ്കോർപ്പിയോയുടെ ആ ഒരു പ്രൗഢിയൊന്നും ഒട്ടും ചോർന്നു പോകാത്ത രീതിയിലാണ് ആ ഒരു പുതിയ സ്കോർപ്പിയോ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിലെ ഗ്രില്ല് നോക്കുകയാണെങ്കിൽ ആ ഒരു SUV 700 പോലെ തന്നെ സെയിം ഗ്രില്ലാണ് കൊടുത്തേക്കുന്ന. ഒരു ഡ്യുവൽ ബാരൽ LED ഹെഡ്ലാമ്പ് വണ്ടിയിൽ വന്നേക്കുന്നത്. പിന്നെ DRL കൊടുത്തിട്ടുണ്ട്. ആ ഒരു ബമ്പറിൻ്റെ അവിടെയാണ് ഒരു C ഷേപ്പായിട്ടുള്ള DRL. ബമ്പറൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നല്ല ചങ്കിയായിട്ടുള്ള ബമ്പറാണ് ഫ്രണ്ടിലും കൊടുത്തേക്കുന്നതും റിയറിലും കൊടുത്തേക്കുന്നതും. പിന്നെ റിയറിലെ ബമ്പറിൻ്റെ അവിടെ ആ ഒരു ക്രോം സ്ട്രിപ്പും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു ടെയിൽ ലാമ്പ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു വോൾവോടൊക്കെ പോലത്തെ ടെയിൽ ലാമ്പ് ഇപ്പോൾ കൊടുത്തേക്കുന്നത്. പിന്നെ ഒരു പുതിയ കളറിലെ ഒരു ഡുവൽ ടോൺ ഒരു അലൈവിലും കൊടുത്തിട്ടുണ്ട് വണ്ടിക്ക്. വണ്ടിയുടെ ഇൻറ്റീരിയേഴ്സിനെ കുറിച്ചോ ഫീച്ചേഴ്സിനെ കുറിച്ചൊന്നും ഇതുവരെ മഹേന്ദ്ര ഒന്നും പറഞ്ഞിട്ടില്ല. എങ്കിലും ആ ഒരു സ്പൈ ഷോട്ടുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് വളരെ മിനിമലായിട്ടുള്ള ഒരു ഇൻറ്റീരിയേഴ്സാണ്. അധികം ആർഭാടമൊന്നുമില്ല. ആ ഒരു ബ്ലാക്ക് കളറിലോ അല്ലെങ്കിൽ ബ്രൗൺ കളർ തീമിലായിരിക്കും വണ്ടിയുടെ ഇൻറ്റീരിയേഴ്സ് വരാൻ പോകുന്നത്. പിന്നെ വണ്ടി 6 സീറ്റർ ലേഔട്ടിലും 7 സീറ്റർ ലേഔട്ടിലും കിട്ടുന്നുണ്ട്. പിന്നെ നോക്കിയാൽ ഒരു 8 ഇഞ്ചിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 7 ഇഞ്ചിൻ്റെ ഒരു മൾട്ടി ഇൻഫർമേഷൻ ഡിസ്പ്ലേയും വണ്ടിയിൽ കാണും. ഡുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ കാണും. പിന്നെ റൂഫ് മൗണ്ടഡ് ആയിട്ടുള്ള സ്പീക്കേഴ്സ് ആയിരിക്കും വണ്ടിയിൽ കൊടുക്കാൻ പോകുന്നത്. പിന്നെ ആ ഒരു കണക്റ്റഡ് കാർ ഡെക്കും അതേപോലത്തെ ഫീച്ചേഴ്സൊക്കെ ഉറപ്പായിട്ടും കാണും. പിന്നെ ഒരു സിംഗിൾ പാനൽ സൺറൂഫും കാണും വണ്ടിയിൽ. വയർലെസ് ചാർജിങ് കാണും. അങ്ങനെ ഇപ്പോൾ പിന്നെ ഒരു മാർക്കറ്റിലെ ട്രെൻഡ് വെച്ച് ഗ്ലോബൽ ഗ്യാപ്പിൽ എന്തോരം സ്റ്റാർ വാങ്ങി നോക്കിയാണ് നമ്മൾ കാറ് വാങ്ങുന്നത്. അപ്പം സേഫ്റ്റിക്കും വളരെ ഇമ്പോർട്ടൻസ് നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് സ്റ്റാർ റേറ്റിംഗ് ഒക്കെ നോക്കിയായിരിക്കും കാറ് വാങ്ങുന്ന. മഹേന്ദ്രയും അവരുടെ വണ്ടികൾക്ക് സേഫ്റ്റിക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പുതിയ വരാൻ പോകുന്ന സ്കോർപ്പിയോയിൽ അങ്ങനെ തന്നെയായിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ 6 എയർ ബാഗ്സ് കാണും. പിന്നെ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ കാണും. ടയർ പ്രഷറിംഗ് മോണിറ്റർ കാണും. ഐസോഫി സ്റ്റൈൽഡ് സീറ്റ് കാണും. പാർക്കിംഗ് സെൻസേഴ്സ് കാണും. ചിലപ്പോൾ ആ ഒരു XUV 700 കൊടുത്ത പോലത്തെ അഡാസ് ഫീച്ചേഴ്സും ചിലപ്പം ഇതിൽ കൊടുക്കാൻ സാധ്യതയുണ്ട്. വണ്ടിയുടെ എഞ്ചിൻ നോക്കുകയാണെങ്കിൽ XUV 700 പോലെ തന്നെ പെട്രോൾ എഞ്ചിനും ഡീസൽ എഞ്ചിനും കൊടുക്കാൻ സാധ്യതയുണ്ട്. ആ ഒരു 2 ലിറ്റർ പെട്രോൾ എഞ്ചിനായിരിക്കും ഇതിലും വരാൻ പോകുന്നത്. 200 PS തന്നെയായിരിക്കും. പിന്നെ ഡീസൽ എഞ്ചിന് ആ ഒരു 2.2 ലിറ്റർ തന്നെയായിരിക്കും. അത് 2 സ്റ്റേറ്റ്സ് ഓഫ് ട്യൂണിൽ ചിലപ്പം അവൈലബിൾ ആയിരിക്കും. പിന്നെ ഓട്ടോമാറ്റിക്കലും അവൈലബിൾ ആയിരിക്കും, മാനുവലിലും അവൈലബിൾ ആയിരിക്കും. ഒരു 6 സ്പീഡ് മാനുവലും 6 സ്പീഡ് ഓട്ടോമാറ്റിക്കും കാണാൻ സാധ്യതയുണ്ട്. പിന്നെ സ്കോർപ്പിയോയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എല്ലാവർക്കും SUV എന്ന് പറഞ്ഞാൽ ആ ഒരു SUVയുടെ ലുക്ക് മാത്രം മതി. ആ ഒരു പൊക്കമുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടിയ SUVയുടെ ലുക്കുള്ള വണ്ടി മതി. ആർക്കും 4 വീൽ ഡ്രൈവോ അല്ലെങ്കിൽ ബോഡി ഓൺ ഫ്രെയിമോ അങ്ങനത്തെ കാര്യമൊന്നും നോക്കണമില്ല. അവർക്ക് ജസ്റ്റ് SUVയുടെ ലുക്ക് മതി. നമ്മുടെ സഫാരി വരെ ഇപ്പോൾ അങ്ങനത്തെ ഒരു മോണോകോക്ക് ഡിസൈനിൽ വന്ന ഒരു ഓൾ വീൽ ഡ്രൈവറൊന്നും ഇല്ലാത്തൊരു ഫ്രണ്ട് വീൽ ഡ്രൈവുള്ള കാറ് പോലത്തെ SUV ആയിട്ട് സഫാരി വരെ മാറിക്കഴിഞ്ഞ്. എന്നാൽ സ്കോർപ്പിയോ അങ്ങനെയൊന്നുമല്ല. സ്കോർപ്പിയോ ബോഡി ഓൺ ഫ്രെയിം ആയിരിക്കും. പിന്നെ ഈ വണ്ടിയിൽ ഉറപ്പായിട്ടും 4 വീൽ ഡ്രൈവിംഗ് കാണും. അങ്ങനെ ആ ഒരു പഴയ സ്കോർപ്പിയോയുടെ പ്രൗഢിയൊന്നും ചോർന്നു പോകാതെ ആ ഒരു റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള വെഹിക്കിൾ തന്നെയാണ് പുതിയ സ്കോർപ്പിയോ വരുന്നത്. പിന്നെ ഈ ഒരു പുതിയ സ്കോർപ്പിയോ വരുമ്പം നമ്മുടെ ആ ഒരു പഴയ സ്കോർപ്പിയോ ഇതിൻ്റെ കൂടെ തന്നെ വിറ്റ് പോകുന്നുണ്ടായിരിക്കും. ഈ ഒരു പുതിയ സ്കോർപ്പിയോനെ Scorpio N എന്നാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പഴയ സ്കോർപ്പിയോ ക്ലാസിക് എന്നോ അല്ലെങ്കിൽ സ്കോർപ്പിയോ എന്ന് പറഞ്ഞ് അതും ഇതിൻ്റെ കൂടെ തന്നെ വിൽക്കുന്നതായിരിക്കും. ഈ ഒരു പുതിയ സ്കോർപ്പിയോ N എന്നാണ് അറിയപ്പെടാൻ പോകുന്നത്. പിന്നെ ഇതിൻ്റെ വില സ്റ്റാർട്ട് ചെയ്യുന്നത് 10 ലക്ഷം രൂപയിലാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അത് ചിലപ്പോൾ ആ ഒരു പ്രൈസ് കുറച്ച് കാണിക്കാൻ വേണ്ടിയുള്ള തന്ത്രമായിരിക്കും. കാരണം XUV 700 ആദ്യം വന്നപ്പോൾ പ്രൈസ് തുടങ്ങിയത് 12 ലാഖിലായിരുന്നു. പക്ഷേ 12 ലാഖിൻ്റെ മോഡൽ കുറച്ചാൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പ്രൈസ് കുറവാകുന്ന ആളുകളെ കാണിക്കാൻ വേണ്ടി മാത്രം കുറച്ച് നാളത്തേക്ക് മാത്രമേ ആ ഒരു ബേസ് വേരിയൻ്റ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ആർക്കും ആ ഒരു ബേസ് വേരിയൻ്റ് കിട്ടിയില്ല. പിന്നെ ആ ഒരു ബേസ് വേരിയൻ്റ് തന്നെ മഹേന്ദ്ര ഇല്ലാണ്ടാക്കിയാണ് ചെയ്തത്. ചിലപ്പം അതേപോലെ തന്നെയായിരിക്കും ഈ ഒരു സ്കോർപ്പിയോയിലും വരാൻ പോകുന്നത്. 10 ലക്ഷം എന്ന് കാണിച്ച് ആ ഒരു പ്രൈസ് കുറവാണെന്ന് കാണിക്കാൻ വേണ്ടിയായിരിക്കും ഈ ഒരു ബേസ് വേരിയൻ്റ് വയ്ക്കാൻ പോകുന്നത്. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കൂടുതൽ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. ആ ഒരു സ്കോർപ്പിയോ മഹേന്ദ്ര ലോഞ്ച് ചെയ്തതിൻ്റെ ആ ഒരു പുതിയ സ്കോർപ്പിയോ മഹേന്ദ്ര ഫുള്ളായിട്ട് കാണിച്ചതിൻ്റെ ആ ഒരു സന്തോഷത്തിൻ്റെ വീഡിയോ ആണ്. അതുകൊണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാൻ പറ്റില്ല. വീഡിയോയുടെ ക്വാളിറ്റി ശകലം കുറവായിരിക്കും. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതേ വണ്ടിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാനായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ഒരു ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം.